എക്സ്റേസ് തന്നെയാണ് നമ്മുടെ മെയിൻ ടൂൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫുൾ ലെങ്ത് എക്സ്റേസ് എന്ന് പറയും. ഹിപ്പ് മുതൽ ആംഗിൾ വരെ സിംഗിൾ ഫിലിമിൽ എടുക്കുന്ന എക്സ്റേസ്. അതാണ് നമ്മളുടെ ഇപ്പോൾ ഒരു വർക്ക് ഹോഴ്സ് എന്ന് പറയുന്നത്. അതുമ്മ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്ലാനിങ് പ്രൊസീജിയേഴ്സും ചെയ്യുന്നത്. ഞങ്ങളുടെ സർജറീസിൽ ഒരു 50% സർജറിക്ക് മുമ്പാണ് നടക്കുന്നത്. ലൈക്ക് പ്ലാനിങ്, എവറിത്തിങ് ഈസ് ബീങ് പ്ലാൻഡ്. 50% നമ്മുടെ എക്സിക്യൂഷൻ ഡ്യൂറിങ് ദ പ്രൊസീജിയർ അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ ഉള്ളിൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ് പ്രോസസ്സിനെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ഫുൾ ലെങ്ത് എക്സ്റേസ് ആണ്. പിന്നെ ചില സ്പെസിഫിക് സിറ്റുവേഷൻസിൽ നമ്മൾ CT MRI ഒക്കെ എടുക്കാറുണ്ട്. പക്ഷേ മേ ബി ഇൻ ഒരു 10% ഓഫ് പേഷ്യൻസ്. ബാക്കി 90%ലും നമുക്ക് എക്സ്റേ മാത്രം മതി. ഈ ആംഗിൾസ് മെഷർ ചെയ്യാൻ ഇപ്പോൾ സാറ് പറഞ്ഞു കുറച്ച് മാത്തമാറ്റിക്സ് ഈസ് റിക്വയർഡ്. ഡു യു യൂസ് എനി മാനുവൽ മെത്തേഡ് ഓർ ഇസ് ഇറ്റ് എനി സോഫ്റ്റ്വെയർ എനേബിൾഡ് ആംഗിൾ മെഷർമെൻറ്റ്? മേ ബി 2014 വരെ ഞാൻ മാനുവലായിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. ഫുൾ ലെങ്ത് എക്സ്റേസ് എടുത്ത് അതിൽ നമ്മൾ പ്രൊട്രാക്ടറും സ്കെയിലൊക്കെ വെച്ച് വരച്ച് തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ഡിജിറ്റൽ എക്സ്റേസ് നമുക്ക് നല്ലോണം കിട്ടി തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ സോഫ്റ്റ്വെയർസും ഡെവലപ്പായി തുടങ്ങി. അപ്പോൾ റൈറ്റ് നൗ ഞാൻ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ആകെയുള്ളത് നമ്മൾ പല സോഫ്റ്റ്വെയർസും ഈ മാക്കിൻടോഷിലേ വർക്ക് ചെയ്യുള്ളൂ, മാക്കിലേ വർക്ക് ചെയ്യുള്ളൂ, ആപ്പിളിൻ്റെ ലാപ്ടോപ്സിലേ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ റീസെൻ്റ്ലി വിൻഡോസിൻ്റെ സോഫ്റ്റ്വെയർസും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ റൈറ്റ് നൗ സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഏർലിയർ മാനുവലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ മാനുവലി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. എക്സ്റേയുടെ പ്രിൻ്റ് എടുത്തൊന്ന് മാനുവലി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്.